നിന്റെയൊക്കെ വീടേ തേടി പിടിച്ചു വന്നതാ. നീ എന്തിനു വേണ്ടിയാടാ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്? പറടാ, ഏത് കൊക്കയിൽ കൊണ്ടുപോയി തള്ളാടാ? പറടാ നീ. പറഞ്ഞേ. ഇത്തരം ചോദ്യങ്ങളൊക്കെ അമ്മ ചോദിക്കേണ്ടതേ അമ്മയുടെ അനന്തരവനോടാ, എന്റെ മുൻ ഭർത്താവിനോട്. അങ്ങനെ മുൻ ഭർത്താവെന്ന് പറയാൻ നീ അവനും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞായിരുന്നോടി? ബന്ധം പിരിഞ്ഞിട്ടില്ല. എന്റെ ഇപ്പോഴത്തെ ഭർത്താവാ സാഗർ, എന്റെ രണ്ടാം ഭർത്താവ്. അതുകൊണ്ട് അയാളെ മുൻ ഭർത്താവെന്ന് വിളിക്കാം. അയാൾക്ക് വേറെ ഭാര്യമാരുണ്ട്, അതില് കുഞ്ഞുങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാ ഞാൻ അയാളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്നേ? നന്മയുടെ ഒരു അംശമില്ല അയാൾക്കും അയാളുടെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും. അത് ആ വീട്ടിൽ നിന്നപ്പോ എനിക്ക് മനസ്സിലായി. കണ്ണേട്ടന്റെ സ്വത്ത് കിട്ടില്ലെന്നായപ്പോ എന്നെ കുത്തുവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്തവരാ എന്റെ അമ്മായി. കൂട്ടത്തില് ഭേദം അമ്മാവനായിരുന്നു. പക്ഷെ അങ്ങേർക്കുവേ അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ചുപോയി. അപ്പൊ ഇവന്റെ കാര്യോ? മേഘൻ കണ്ണനെ മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാൻ കൂലിക്കെടുത്തതാ ഇവനെ. അതെ, പക്ഷെ ഇന്ന് ജീവിക്കണമെന്നൊരു തോന്നല് സാഗരേട്ടനുണ്ട്. അതെനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാ ഞാൻ സാഗരേട്ടനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത്. എന്നാ നീയും കേട്ടോടി, നീ ചിന്തിക്കുന്നത് പോലെ നിനക്കിനി ജീവിക്കാൻ പറ്റില്ല. ഇവൻ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയും. ട്രെയിനിന് മുന്നിൽ ചാടാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരിക്കലും ഉണ്ടാവില്ലമ്മേ. നീ മിണ്ടരുത്. തനി അസുരനായ നീ കടിച്ചു കീറാൻ തന്നെയാ ഇവളെ കൂടെ കൂട്ടിയേക്കുന്നേ. അതാർക്കാടാ മനസ്സിലാവാത്തത്? എന്തായാലും മേഘനെ പോലൊരു ദുഷ്ടനാവില്ല സാഗരേട്ടൻ. എടീ, ഇവനും കണ്ണന്റെ മുതല് കണ്ടിട്ട് തന്നെയാ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത്. സാഗരേട്ടനോടൊപ്പം ജീവിക്കുന്ന എനിക്ക് കണ്ണേട്ടൻ കാലണയുടെ സഹായം ചെയ്യില്ല. ആ സഹായം പ്രതീക്ഷിച്ചോണ്ടല്ല ഞാൻ സാഗരേട്ടനോടൊപ്പം ജീവിക്കുന്നേ. എന്റെ അധ്വാനത്തിൽ, എന്റെ തണലിൽ മഞ്ജു ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ പറയുവാ, എന്റെ നാവ് കൊണ്ട് പറയാ, ഇവനോടൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം നീ കത്തിത്തീരുകയുള്ളൂ. മകളുടെ പ്രവൃത്തി കണ്ട് മനം നൊന്ത ഒരമ്മയുടെ നാവാ. അത് ഫലിക്കുവടി. നീ നരകയാതന അനുഭവിക്കും. ഈ ഭൂമിയിൽ കിടന്നു തന്നെ നീ നരകം കാണും. അല്ലെങ്കിൽ നോക്കിക്കോ.